അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നാട്ടിൽ ഞാൻ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നു. കോസ്മെറ്റിക് സാധനങ്ങളും പിന്നെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് എഴുതിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ ഒരു 10 ദിവസത്തോളം കണ്ടംകുളത്തിയുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു. അത് നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് ഇതേ കണ്ടോ, കുങ്കുമാതി ഒരു ഓയിലാണ്, ഫെയർനെസ് ഓയിൽ. ഇത് അവിടെ ഒത്തിരി പേര് വാങ്ങിക്കൊണ്ട് പോകുന്നൊരു സാധനമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് കുങ്കുമാതിയുടെ തന്നെ ലേപം. ഇതൊരു ക്രീം പോലെയാണ്. ഇത് നമുക്ക് രാവിലെ ഡെയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്രീമാണ്. അപ്പോൾ അങ്ങനത്തെ ഇത് 2 എണ്ണം ഞാൻ വാങ്ങിയിട്ട് ഇതൊരു 3-4 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തീരുമല്ലോ. പിന്നെ ഈ മുടി കൊഴിച്ചിലിനുള്ള ഒരു ഓയിലാണ് കേട്ടോ ഇത്. നീലിക എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ലതാണ്, ഒത്തിരി പേര് കൊണ്ടുപോകുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ഇത് ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫലമുണ്ടോ എന്നുള്ളത് ഞാൻ പിന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. ഇത് മുടി കൊഴിച്ചിലിനൊക്കെ നല്ലതാണെന്നാണ് അവർ പറഞ്ഞത്. ഇതും ഞാനൊരു 3 എണ്ണം വാങ്ങിയായിരുന്നു. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആയുർവേദ ക്ലിനിക്കിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ. ഇനിയും ബാക്കി സാധനങ്ങൾ കൂടി നിങ്ങൾ കാണിച്ചു തരാം, മറ്റ് കടകളിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ. ഓക്കെ, ഇത് ഞാൻ ലുലുന്ന് വാങ്ങിച്ച ഒരു പെർഫ്യൂമാണ്. ഇത് ഞാൻ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നതാണെന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്, അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ സ്പെല്ലേ ബൈബ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ. പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി. ഇത് വേറൊരു ടീമിന് വേണ്ടി വാങ്ങിയതാണ്, പക്ഷെ ഞാനും കൂട്ടത്തിൽ ഒരെണ്ണം അങ്ങോട്ട് വാങ്ങി, ഇരിക്കട്ടെ തന്നെ. പിന്നെ നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് കണ്ടോ, നര കറുപ്പിക്കാനായിട്ട് ഇതും കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ. പിന്നെ ഞാൻ വാങ്ങിയത് കുറച്ചിത് ഇങ്ങനത്തെ മാലകളാണ്. ഇത് ഞങ്ങൾ ഈ തവണ നാട്ടിൽ പോയപ്പോൾ ഗോവയ്ക്ക് പോയിരുന്നു. ഗോവയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്, പല ഡ്രസ്സസിൻ്റെയും കൂടെ. ഓക്കെ, ഇത് ഒരെണ്ണം. പിന്നെ ഞാൻ വേറൊരു കളർ വാങ്ങിയത് ഇതാണ്. ഇത് നമുക്കിത് ഇവിടെ ഇങ്ങനെ ഊരാം. മറ്റേ മാലയുടെ അതെ കേട്ടോ, ഇങ്ങനെ ഊരിയിട്ട് നമുക്ക് കൂട്ടാവുന്നുള്ളൂ, കൂട്ടി വയ്ക്കാം. പിന്നെ ഇതേ കൂട്ട ഒരു മാല, ഇത്. പിന്നെ ഞാൻ വേറൊരു മാല വാങ്ങിയത് ഇത് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ 1-2 പ്രാവശ്യം യൂസ് ചെയ്തായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ ഉപയോഗിച്ചപ്പോൾ. കറുത്ത ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ ഇടുമ്പോൾ നല്ല മാച്ചിങ് ആയിരുന്നു. അപ്പോൾ ഇത്രയും മാലകളാണ് ഞാൻ ഗോവയിൽ നിന്ന് വാങ്ങിയത്. പിന്നെ ഞങ്ങൾ തായ്ലാൻഡിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇത് എന്നാ പറയുന്നത്, ഫേഷ്യൽ. കഴിഞ്ഞ വർഷം തായ്ലാൻഡിൽ പോയി വാങ്ങിച്ചത് കേട്ടോ. ഞാൻ ഈ കൂട്ടത്തിലിരിക്കണ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇത് ഞാനൊരു 5 എണ്ണം വാങ്ങിയായിരുന്നു. ഉപയോഗിക്കലൊക്കെ കുറവാണ് തോന്നുന്നു, ഉപയോഗിക്കുക അത്ര തന്നെ. അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് ഇതാണ്, അണ്ടർ ഐ ജെൽ. കണ്ണിൻ്റെ അടിയിലെ കറുപ്പൊക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജെല്ലാണിത്. ഇതും നല്ലൊരു ബ്രാൻഡിൻ്റെയാണ്, ലാക്മേയുടെ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു വൈറ്റമിൻ സി സിറം.
ഇതും നന്നായി ഒത്തിരി പേര് വാങ്ങുന്ന ഒരു സിറമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ കാജൽ ഞാൻ 3 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ലാക്മേയുടെ കാജലാണ്. ഇത് 24 മണിക്കൂർ ലാസ്റ്റ് ചെയ്യുന്ന കാജലാണെന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് 14 മണിക്കൂർ ബോൾഡ് കാജൽ. ഇത് 2 എണ്ണവും വാങ്ങി. അങ്ങനെ മൊത്തം 3 കാജൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിക്കുന്ന സ്പ്രേ ആണ്. മേക്കപ്പ് ഫിക്സർ എന്നാണ്, കണ്ടോ, എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ അടുത്ത് വേറെ ബ്രാൻഡിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അത് തീരാറായതുകൊണ്ട് ഇത് ഒരെണ്ണം കൂടി വാങ്ങി. ഫൗണ്ടേഷൻ ഞാൻ വാങ്ങിച്ചത് ഇതാണ് കേട്ടോ. ഇത് മിസ് ക്ലെയറിൻ്റെ ഫൗണ്ടേഷനാണ്. അതുപോലെ ഹൈലൈറ്ററും മിസ് ക്ലെയറിൻ്റെ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. ലാക്മേയുടെ കൺസീലറാണ് കേട്ടോ ഇത്. ഡെയിലി എസൻഷ്യലിൻ്റെ മസ്കാരയാണിത്. ഇത് ലിപ്സ്റ്റിക്കാണ് ലാക്മേയുടെ. ഇത് വേറൊരു ലിപ്സ്റ്റിക്ക് 2-3 ഷെയ്ഡ് ഞാൻ എടുത്തായിരുന്നു. പിൽഗ്രീമിൻ്റെ ആണ് ഇത്. വേറൊരെണ്ണം. പിന്നെ 2 നെയിൽ പോളിഷ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ വേറെ ഒരെണ്ണം കൂടി കാണിക്കാനുള്ളത് ഇതാണ്. ഈ പുരികം ഒക്കെ എന്ന് വെച്ചിട്ട് കളറൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. അപ്പം ഞാൻ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, പുരികത്തിൽ കളറ് കൂട്ടാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയത്. ഇനിയൊക്കെ ഇത് യൂസ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് എന്താണെന്നൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ കമൻറ്റ്സ് ഒക്കെ ഇടുക കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.